Ladies and gentlemen, മഴ, കോഫി, വർക്ക്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഒരു കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. റാറ്റ് ഉണ്ട്, ഈഗിളുണ്ട്. അവർക്ക് നമ്മളൊരു ടാസ്ക് കൊടുക്കുകയാണ്. രണ്ടു പേർക്കും നമ്മൾ നല്ലൊരു സ്റ്റോൺ കൊടുക്കുകയാണ്, രണ്ടുപേർക്കും. എന്നിട്ട് നമ്മൾ അവരോട് പറയുകയാണ്, ഇതിനെ ഒന്ന് ക്രേവ് ചെയ്ത് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡൽ അതിനകത്ത് ഉണ്ടാക്കി എടുക്കണം എന്ന് അവരോട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റാറ്റ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഈഗിൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്? റാറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ആ കല്ലിനകത്ത് നിന്ന് എടുത്ത് വെക്കണം, എനിക്ക് അതിനകത്ത് നിന്ന് കല്ലുണ്ടാക്കണം, എനിക്ക് നല്ലൊരു കല്ലുണ്ടാക്കണം, എനിക്ക് ഈഗിളിനേക്കാളും വലിയൊരു കല്ലുണ്ടാക്കണം എന്ന് തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ചുള്ള പ്ലാനും അതിനെക്കുറിച്ചുള്ള റിക്വയർമെന്റ്സ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എല്ലാം ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യാതെ ഇങ്ങനെ ജസ്റ്റ് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂട്ടിയിരിക്കും. ഈഗിളിന് സത്യത്തെ അറിയത്തില്ല എങ്ങനെയാ കൽപ്പണി ചെയ്യുന്നത്. എന്നാലും അവൻ അറിയാവുന്ന നോളജ് വെച്ചിട്ട് അവൻ ആ കല്ലിനെ വെട്ടാൻ തുടങ്ങും. അടിയിൽ നിന്നും പെതുക്കെ വെട്ടി തുടങ്ങും. വെട്ടുന്ന സമയത്ത് ചിലപ്പോൾ ആ ചുറ്റിക കൊണ്ട് അവൻ്റെ കൈ മുറിയും. ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അപ്പോൾ തെറ്റുണ്ടാവും, മിസ്റ്റേക്ക് ഉണ്ടാവും, മുറിയും. ഒരു ലോങ് സ്കെയിലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്കില്ലുള്ളത്? ഈഗിളിനാണോ റാറ്റിനാണോ? കാരണം ആരാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്, ആരാണ് ഇവിടെ ആക്ഷൻ എടുത്തിരിക്കുന്നത്, ആരാണ് ഇവിടെ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്നത്? അത് ഈഗിളാണ്. റാറ്റ് അവിടെ വെറുതെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു വർക്കും ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് 2-3 മാസം കഴിയുമ്പം പറയും, എനിക്ക് അന്ന് ചെയ്തായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു. എന്താണ്ട് ഈഗിൾ ചെയ്യുന്നുണ്ടല്ലോ, അവന്മാർക്ക് എങ്ങനെ ഇതൊക്കെ പറ്റുന്നു, എനിക്കൊന്നും പറ്റുന്നില്ല, ഇത് എൻ്റെ കുഴപ്പം, ബാക്കിയുള്ളവരൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഡിസൈഡ് ചെയ്തു നിങ്ങൾക്ക് ഏത് പാത്തിലാണ് പോകേണ്ടതെന്ന്. റാറ്റിന്റെ പാത്തായിട്ടുള്ള താഴെ കിടക്കുന്ന ലോ ലെവലിലായിട്ടുള്ള പാത്തിലാണോ നിങ്ങൾക്ക് പോകേണ്ടത്, അതോ ഈഗിളിന്റെ പാത്തിലാണോ നിങ്ങൾക്ക് പോകേണ്ടത്? ബാക്കിയുള്ള കണ്ട യൂട്യൂബേഴ്സിൻ്റെ കൂടെ ചില വെറുതെ ക്രാപ്പ് മോട്ടിവേഷൻ വീഡിയോസും നിങ്ങൾ ചെയ്യുന്ന ബെസ്റ്റാണ്, നിങ്ങൾക്ക് കുറേ ടൈം എടുത്ത് ചെയ്യാമെന്നും ചെയ്യേണ്ട ആക്ഷൻസ് ഒക്കെ പിന്നെ ചെയ്താൽ മതി, ആദ്യം നിങ്ങൾ പ്രൊക്കാസ്റ്റിനേഷൻ ആണ്, പ്ലാൻ ആണ് ചെയ്യേണ്ടത് എന്നുള്ള ക്രാപ്പൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് കറക്റ്റ് ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും, ചിലപ്പോൾ ഇപ്പം പറഞ്ഞ് സെറ്റാണെന്ന് തോന്നാം. ബട്ട് ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത കാര്യമാണ്. ബ്രൂട്ടൽ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ രണ്ടും ഒരു സ്കെയിലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരു റാറ്റായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ചിലപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരാളായിരിക്കാം, കോളേജിൽ പഠിക്കുന്ന ഒരാളായിരിക്കാം, ഈവൻ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. എല്ലാവരും ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം 9 to 5 സ്കൂളിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം, 4 മണി വരെ കാണുമായിരിക്കും ക്ലാസ്, അത്രയല്ലേ ഉള്ളൂ. കോളേജിലാണെങ്കിലും ഇത് തന്നെ. നമ്മൾ രാവിലെ പോകുന്നു, 8 മണിക്ക് പോകുന്നു, വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വീട്ടിൽ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളെ നോക്കിക്കോളൂ, രാവിലെ പോകുന്നു, വൈകിട്ടായിരിക്കും തിരിച്ചുണ്ട്. ഇത്രയും സമയം നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾക്ക് വെറുപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി, നമുക്ക് ഒട്ടും വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വെറുതെ വേസ്റ്റ് ആയി കളയുക. സോ ഇതിനകത്ത് ഈ ജോബ്, ഒരു എംപ്ലോയി ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ, ഒരിക്കലും നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ടൈമിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ള ട്രിക്കോ മാജിക്കോ ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഈ എൻവയോൺമെന്റിനകത്ത് നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചില ട്രിക്സ്, ചില മൂവ്സ് നിങ്ങൾ നൈസായിട്ട് നടത്തി നിങ്ങൾക്ക് ഈ എൻവയോൺമെന്റിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും, ലൈഫ് ലോങ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ട്രാപ്പിലാണ്. മെട്രിക്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വളരെ കറക്റ്റാണ്. കാരണം ഇതൊരു മെട്രിക്സ് തന്നെയാണ്, ഇതൊരു ട്രാപ്പിനകത്ത് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. നോക്കൂ, 9 to 5 നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തരുന്നൊരു ടാസ്ക്, എൻവയോൺമെന്റ് വരെ ഈവൻ സെയിം ആണ്. നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, കോളേജിൽ ചെല്ലുമ്പോൾ എന്താ, സ്കൂളിൽ ചെല്ലുവാണെങ്കിൽ നമുക്കൊരു അടി കിട്ടും, അത് പറയുന്നത് കേട്ട് മാഷിനെ എങ്ങനെ എഴുതുന്നത് അത് എഴുതിക്കൊണ്ടിരിക്കും. കോളേജിൽ ചെയ്യുന്നത് എന്താണ്, അടിക്കത്തില്ല, പക്ഷെ അവരും അവരുടേതായിട്ടുള്ള സ്ട്രിക്റ്റും അവരുടേതായിട്ടുള്ള റൂൾസും അവർക്കും ഉണ്ട്. സോ ഇത് തന്നെയല്ലേ, സെയിം തന്നെയല്ലേ അവർ ഹോംവർക്ക് ചെയ്യുന്നത്, നമ്മൾ അതുപോലെ തന്നെ ചെയ്തു വരണം. അവർ പറയുന്ന സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ഇത് തന്നെയല്ലേ എംപ്ലോയ്മെന്റിലും നടക്കുന്നത്. ബോസ് ഉണ്ട്, അവിടെ വായിരിക്കുന്ന അവരുടെ വായിരിക്കുന്ന നമ്മൾ കേൾക്കണം. ഇത് തന്നെയല്ലേ നടക്കുന്നത്. സോ എൻവയോൺമെന്റ് പോലും സെയിം ആണ്. സോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഈ റാറ്റ് മൈൻഡിലുള്ള പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ കോളേജ്, അതിനകത്ത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾ ഈ എൻവയോൺമെന്റിൽ നിന്ന് എങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും, ആ രക്ഷപ്പെടുത്താനുള്ള ഒരു ജോലി, ഒരു വഴി എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതാണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഈ സിസ്റ്റം നിങ്ങൾ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റോപ്പ് ബീയിങ് എ അമൂൾ ബേബി. ആ വാക്ക് ഞാൻ കുറച്ച് പാടുപെട്ട് കണ്ടുപിടിക്കാൻ. അമൂൾ ബേബി ആവാതിരിക്കുക, അതാണ് ആദ്യത്തെ ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ ഉറക്കം, നിങ്ങൾ ഈ സിസ്റ്റം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഫക്ക് ചെയ്യേണ്ടത് തന്നെ വരും. നിങ്ങൾക്ക് ഉറക്കം ചിലപ്പോൾ കാണത്തില്ല, നിങ്ങൾക്ക് ടയർഡ് ആയിട്ടിരിക്കും, നിങ്ങൾക്ക് ആ വർക്കും ഈ വർക്കും കൂടെ ചെയ്യണം, എല്ലാം നിങ്ങൾക്ക് കഷ്ടപ്പെടായിരിക്കും. അത്
അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ്, ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ലൈഫ് ഈ റാറ്റ് റേസിൽ നിന്നും എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കി വേണം ആ സമയത്ത് നിങ്ങൾ ഈ കഷ്ടപ്പാടെടുക്കാൻ. അപ്പോൾ എനിക്ക് ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റോപ്പ് ബീയിങ് എ അമൂൾ ബേബി. നിങ്ങൾ ഹേർട്ട് ആവും, നിങ്ങൾക്ക് കഷ്ടപ്പാടായിരിക്കും ചെയ്യാൻ, നിങ്ങൾക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. ബട്ട് അത് മനസ്സിലാക്കി എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക് അത് കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കറക്റ്റ് ടൈമിലും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്ലീപ്പ് പോവായിരിക്കും, നിങ്ങൾ നല്ലോണം കഷ്ടപ്പെടണം, ബ്രൂട്ടലായിട്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യണം. നിങ്ങൾ എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടണം. നിങ്ങൾക്ക് ഒരുപാട് ലോൺ ഉണ്ടോ, നിങ്ങൾക്ക് അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അതുപോലെ നിങ്ങൾ കോളേജിലാണ്, സ്കൂളാണ്, നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം, നിങ്ങൾ കോളേജിൽ കയറി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സൈഡ് വഴി ഒരു ജോബ് ഉണ്ടാക്കണം, എന്തുണ്ടാക്കണം അതിൻ്റെ വഴി നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എസ്കേപ്പ് ചെയ്യാനുള്ള വഴിയല്ല ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഏത് സിസ്റ്റം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 1-2 മണിക്കൂറത്തെ സ്ലീപ്പാണോ നിങ്ങൾക്ക് വലുത്, അതോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന നിങ്ങളുടെ റിസൾട്ട്? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന നിങ്ങളുടെ റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹാർഡ് വർക്ക്, ബ്രൂട്ടലി ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ സ്ലീപ്പ് നഷ്ടപ്പെടും, നിങ്ങൾ അമൂൽ ബേബി എന്നുള്ള പേര് നിങ്ങൾക്ക് മാറ്റണം, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ബ്രൂട്ടലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. വേറെ ഒരു ഓപ്ഷനും ഇല്ല. ബ്രൂട്ടൽ ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നോബഡി ഗോയിങ് ടു സപ്പോർട്ട് യു. നിങ്ങളുടെ ഫ്രണ്ട്സ് കാണത്തില്ല, നിങ്ങളുടെ ഫാമിലി കാണത്തില്ല, നിങ്ങളുടെ സൊസൈറ്റി കാണത്തില്ല, നിങ്ങളുടെ ഗേൾഫ്രണ്ട് കാണത്തില്ല, ഒരു മനുഷ്യൻ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ പോലും നിങ്ങളുടെ കൂടെ കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവരാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഹാർഡ് ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള 100% ട്രൂത്ത് ആണ്. ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വാശി പിടിക്കാൻ നിങ്ങൾ പോകരുത്, എത്തിച്ചെല്ലാൻ പറ്റത്തില്ല. സോ ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സിസ്റ്റം ഞാനിപ്പോൾ പറയാൻ പോകുന്ന സിസ്റ്റം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ദാക്ഷിണ്യം ആരുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ വർക്ക് സൈലന്റിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇരുന്ന് ചെയ്യുക. സോ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്ലാൻ, എന്തായിരിക്കും സിസ്റ്റം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ 9 to 5 ആ റാറ്റ് റേസിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട സിസ്റ്റം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മേക്ക് എ പ്ലാൻ. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഏത് സിസ്റ്റമാണ്, ഏത് കാര്യത്തിൽ ഞാൻ വർക്ക് ചെയ്താലായിരിക്കും അതിനകത്ത് നിന്ന് എനിക്ക് ബെനിഫിറ്റ് കിട്ടുക, ഏത് കാര്യം ഞാൻ പെട്ടെന്ന് ചെയ്താലായിരിക്കും എൻ്റെ കഴുത്ത് വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്നത്, ആ ഒരു സംഭവം നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. എപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. 9 to 5 നമുക്ക് സമയം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ എംപ്ലോയിഡ് ഉള്ളവരാണ്, അവർക്ക് ലോൺ ഉണ്ടായിരിക്കും, അവർക്ക് ആ പൈസ അടച്ചേ പറ്റും, അവർക്ക് ആ ജോലിക്ക് പോയേ പറ്റും. കോളേജിലുള്ളവരെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ടൈം ഇതാണ്. നിങ്ങൾ ഈ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത്. നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ് കോളേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് കോളേജിൽ പഠിച്ച് ഉള്ള സബ്ജക്റ്റ് എഴുതിയെടുക്കുക, അതിൻ്റെ കൂടെ കേൾക്കുക, സാർമാർ പറയുന്നത് കേൾക്കുക, പിള്ളേരുടെ കൂടെ കറങ്ങാൻ പോവുക, ഇതൊക്കെ അതൊക്കെ ചെയ്തോ ബട്ട് ഗുഡാണ്. ബട്ട് ഇത് കഴിഞ്ഞിട്ടൊരു ലൈഫുണ്ട്. ആ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യം നിങ്ങൾ വളരെയധികം ഒരു പ്ലാനും ഒരു ഡയറക്ഷനും നമുക്ക് വേണം. നമ്മൾ ഒരിക്കലും 99% ഓഫ് ആൾക്കാർ കൂട്ടുള്ളവരല്ല. സോ ആ പ്ലാനും ആ ഐഡിയയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, 9 to 5. ഈ 9 to 5 തുടങ്ങുന്നതിന് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയവും 9 to 5 കഴിഞ്ഞിട്ടുള്ള സമയമുണ്ടല്ലോ, ആ സമയവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക. അതാണ് സിസ്റ്റം. ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതാണ് സെൽഫ് ഇംപ്രൂവ്മെന്റ് എബിലിറ്റി. അതാണ് ഈ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട്, അമൂൾ ബേബി ആവരുത്. രാവിലെ എണ്ണിക്കണം. ആ സമയം, ആ കിട്ടുന്ന ഒരു 4 മണിക്കൂർ 5 മണിക്കൂറുള്ള ബ്ലോക്ക് ഉണ്ടല്ലോ, ആ സമയത്താണ് നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആ സമയത്ത് നിങ്ങളിപ്പോൾ രാവിലെ എണ്ണിക്കുകയാണെങ്കിൽ, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ആ കാര്യം ചെയ്താൽ 1% നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആയി.
അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു സൈഡ് ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഒരാളെ ഗൈഡ് ചെയ്യുന്ന കാര്യമായിരിക്കും. എന്തായാലും ആ സമയത്ത് അത് പ്ലാൻ ചെയ്യണം. രാവിലെ എണ്ണിച്ച് അത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു ടേം ഉണ്ട്, സെൽഫ് ഇംപ്രൂവ്മെന്റൽ ഏരിയയിൽ ഒരു ടേം ഉണ്ട്, ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഏറ്റവും പാടായിട്ടുള്ള ഒരു ടാസ്ക് രാവിലെ തന്നെ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമാണ് അതിൻ്റെ 100% റിസൾട്ട് നമുക്ക് കിട്ടും. അത് ആ പണി എപ്പോഴേ കഴിയും. സോ നിങ്ങളിപ്പോൾ 5 മണിക്ക് എണ്ണിച്ചു, 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ രാവിലത്തെ ടാസ്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 9 to 5 പോകും. ആ പൈസ നിങ്ങൾക്ക് മേടിക്കാമല്ലോ. യൂസ് ഇറ്റ്. ഞാൻ ഈ 9 to 5 എന്ന് പറയുന്നത് വെറും എംപ്ലോയി മാത്രമല്ല ബ്രോ. യുവർ കോളേജ്, നിങ്ങൾ സ്കൂളിലാണെങ്കിൽ നിങ്ങളെയും കൂടാണ്. അതും 9 to 5 ആണ്. സൂപ്പറായിട്ട് 9 to 5 ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 8 മണിക്ക് എണ്ണിക്കുന്നു, 8 മണിക്ക് കോളേജിൽ പോകുന്നു, വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. സോ ആ സമയം നോക്കിയോ, അത്രയും സമയം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ട്രാപ്പിനകത്ത് ഞാൻ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? എനിക്ക് എംപ്ലോയി ആവാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ബട്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇപ്പം ഞാനിപ്പം മിക്കവാറും ഒരു എംപ്ലോയിലേക്ക് പോകും. എനിക്കറിയാം അത് പോകും. അത് വേസ്റ്റ് ആണ്. ജോലി കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നടക്കുന്ന ഒരു പൊട്ടനല്ല ഞാൻ. അത് ഏറ്റവും വേസ്റ്റ് ഡിസിഷനാണ്, വേസ്റ്റ് കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള പ്ലാൻ ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറി ചാടുന്നത്, അല്ലാതെ വെറുതെ പൊട്ടനായിട്ടല്ല. സോ നിങ്ങൾ അങ്ങനെ സംഭവിച്ചു, നിങ്ങളങ്ങനെ ഇപ്പം നിങ്ങൾ എംപ്ലോയിഡ് ആയി, ഓക്കെ, ഗുഡ് തിങ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ലുക്ക് അറ്റ് ദ ചെസ് ബോർഡ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ മൂവ്. സോ ബ്രോ, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ 9 to 5 നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയം നിങ്ങളുടെ കയ്യിൽ പോയി. ബാക്കിയുള്ള സമയത്തിൽ രാവിലെ നിങ്ങൾ എണ്ണിച്ചാൽ, അതുപോലെ തന്നെ വൈകിട്ട് വീട്ടിൽ വന്നുള്ള സമയം ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാതെ ആ സമയം എത്രമാത്രം 100% നിങ്ങൾ കൊടുത്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രൂട്ടലായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ ഒരു വലിയ കോഴ്സോ ഇത് ഞാനിപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക വഴി പറഞ്ഞു തരാം അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഇതിനകത്ത് നിങ്ങൾ തന്നെത്താൻ എപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നോ അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിന്നും എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. അതാണ് പ്രൊഡക്ടിവിറ്റി. അതായത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരാളത്തോട് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് മലയാളം പ്രൊഡക്ടിവിറ്റി, കുറേ ക്രാപ്പ് കാര്യങ്ങളാണ് അവരൊക്കെ പറയുന്നത്. എന്ത് വിഡ്ഢിത്തരമാണ്. അതൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ആക്ഷൻസ് ആണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പൊട്ടന്മാരുടെ കൂടെ ഇവിടെ ഇരുന്ന് പറയത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ബ്രൂട്ടലായിട്ടുള്ള കാര്യമാണിത്. ഇതാണ് ഏറ്റവും പാടായിട്ടുള്ള കാര്യം. ഡു ദ ആക്ഷൻ. സത്യം. സോ ബ്രോ, ആക്ഷനബിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡു ഇറ്റ് നൗ. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു, ഇത് പ്രൊഡക്ടിവിറ്റിയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എന്ന് പോയാൽ ഇത് തന്നെ കണ്ടിന്യൂ ആയിട്ടിരിക്കും. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ആദ്യം പറഞ്ഞത്. എന്താണ് റാറ്റ് ചെയ്യുന്ന കാര്യം, എന്താണ് ഈഗിൾ ചെയ്യുന്ന കാര്യം? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? എന്താണ് റാറ്റ് ചെയ്യുന്ന കാര്യം, എന്താണ് ഈഗിൾ ചെയ്യുന്ന കാര്യം? സോ നമ്മൾ ലോങ് സ്കെയിലിൽ നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം? അതാണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ടൈം റിലേറ്റഡ് ടു ടൈം. ഇത്ര മണിക്കൂർ നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്താൽ ഇത്ര മാത്രം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അതാണ് പ്രൊഡക്ടിവിറ്റി. അത് മാത്രമാണ് പ്രൊഡക്ടിവിറ്റി. സോ അതിൻ്റെ ഉള്ള ബേസിക് മീഡിയം എന്താ? ഡു ആക്ഷൻ. ഈ ഒരു വാക്ക് മാത്രമാണ്. സോ ആക്ഷൻ ഇപ്പം തന്നെ ചെയ്യണം. അതാണ് ഞാൻ ആക്ഷനബിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? യൂട്യൂബിൽ നിന്ന് ഇറങ്ങുക, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ആക്കുക. നിങ്ങളൊരു ബ്യൂട്ടിഫുൾ പരിപാടിയാണ് മങ്ക് മോഡ്. ഓക്കെ, അതിലേക്കാവുക. അത് വേറൊന്നുമല്ല, എല്ലാം കട്ട് ചെയ്യുക. ഈ ഗോൾ മാത്രം ഫോക്കസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് മേക്ക് എ പ്ലാൻ. എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാ ഇത് കാണുന്നതെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ബിക്കോസ് എനിക്ക് അറിയണമെന്നുണ്ട് എംപ്ലോയി ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. ആക്ഷനബിൾ സ്റ്റെപ്പിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരു ബോണസ് ടിപ്പ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ, ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെ നിങ്ങൾ അതിനുവേണ്ടി ഡീപ്പ് വർക്ക് ചെയ്യും, വൈകിട്ടും നിങ്ങൾ അതിനുവേണ്ടി ഡീപ്പ് വർക്ക് ചെയ്യും. സോ 9 to 5 ചെയ്യുന്ന ഒരാൾക്ക് ഈ 2 മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ സമയം. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ ആ സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്കുകൾ എന്താണ്? ഓക്കെ, ഇതൊന്നും നിങ്ങൾ എവിടുന്നും കേൾക്കാൻ പോകുന്നില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക്, എന്തൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറ്റാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ രാവിലെ എണ്ണിക്കത്തില്ല. അപ്പം ഞാൻ രാവിലെ എണ്ണിക്കാതെ കാര്യം എന്തായിരിക്കും? ഞാൻ രാത്രി കറക്റ്റായിട്ട് കിടക്കത്തില്ല. ഞാൻ രാത്രി എന്തുകൊണ്ട് കറക്റ്റായിട്ട് കിടന്നില്ല?
ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. സോ മിസ്റ്റേക്ക് ചെയ്യും എന്ന് കണ്ടുപിടിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാനും ഒരു റാറ്റായിട്ടുള്ള ഒരാളാണ്, എനിക്കറിയാം. ഞാനും ഈ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ ഞാൻ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ടും സീരിയസ് ആയിട്ടും ഇതുവരെയ്ക്കും എടുത്തിട്ടില്ല. സോ അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നൊരു റിസൾട്ട് എനിക്ക് കഴിഞ്ഞോട്ടം കിട്ടി. ഞാൻ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, നല്ലൊരു വീഡിയോ ആണ്, ബട്ട് ആ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്ന റീച്ച് 30-35 അങ്ങാണ്. അതിന് മുമ്പിട്ട് എൻ്റെ 3 വീഡിയോയ്ക്കും എനിക്ക് ഒരു 100 വ്യൂ ഒക്കെ കിട്ടി. അത് നല്ല കാര്യമാണ്. കഴിഞ്ഞ ഇട്ട ഒരു വീഡിയോയ്ക്ക് എനിക്ക് 30 വ്യൂ കിട്ടിയിട്ടുള്ളൂ. അത് ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണ്. 100% അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എനിക്കാണ്. കാരണം എന്തുകൊണ്ട്, ഞാൻ എക്സാമിൻ്റെ ടൈം വന്നപ്പം ഒരു ഇത് നോക്കാതെ ഇതിനൊന്നും ശ്രദ്ധിക്കാതെ അത് പഠിച്ചുകൊണ്ടിരുന്നു, അതിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നു. എക്സാം റിസൾട്ട് വന്ന വെബ്സൈറ്റ് ഫുള്ളും കിട്ടി. ബട്ട് ഇത് കുറഞ്ഞു. എൻ്റെ അതിൻ്റെ മുമ്പുള്ള 3 വീഡിയോസ് എനിക്ക് 100 വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു. സോ അത് എൻ്റെ കുഴപ്പമാണ്. അപ്പം ഞാൻ അവിടെ അതിനെ മാനേജ് ചെയ്യാതെ, ഞാൻ വർക്ക് ചെയ്യാതെ ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിയ കാര്യമാണ്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അക്കൗണ്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. പറ്റും, നിങ്ങൾക്കും അതുപോലെ ഓരോരോ മിസ്റ്റേക്കുകൾ വരും. ആ മിസ്റ്റേക്കുകൾ നമ്മൾ പഠിച്ച് നമ്മൾ മൂവ് ചെയ്യുക. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് രീതിയിൽ മാത്രം തിങ്ക് ചെയ്യുക, ഒരു പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നോക്കുക. അതുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫും ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം കീ ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം മതി. എനിക്കറിയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ എത്തിച്ചെല്ലണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് 100% ഷുവറാണ്, ബിലീവ് മീ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു യൂട്യൂബിൽ നമ്മൾ കയറുകയാണെങ്കിൽ പല വീഡിയോസ് നമുക്ക് കാണാം. എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാം, നമുക്ക് ഇങ്ങനെ ജെട്ടിയിട്ടിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോസ് കാണാം, ആൾക്കാരെ സ്ട്രീമിൽ കയറിയിട്ട് ചീത്ത വിളിക്കുന്ന വീഡിയോസ് കാണാം, കുറേ ക്രാപ്പ് കാണാം, ബിഗ് ബോസ് കാണാം, അതുപോലെ കുറേ ക്രാപ്പ് വേസ്റ്റ് കണ്ടുകൊണ്ട് വെറുതെ നമ്മൾ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ഇതുപോലെ ഹ്യൂമിൻ്റെ കൂട്ടുള്ള വീഡിയോസ്, ഒരു 99% കൂട്ടല്ല നിങ്ങളും ഞാനും. അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ എത്തും. അത് 100% ഷുഗറാണ്. ബട്ട് കൺസിസ്റ്റൻസി വേണം. എനിക്കില്ലാത്തൊരു കാര്യം കൺസിസ്റ്റൻസിയാണ്. അതിൻ്റെ ഫുൾ അക്കൗണ്ടബിലിറ്റി. അതിന് എന്ത് സംഭവിച്ചാലും, ഇപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലായിരിക്കും. ഈ എക്സാം ആയാലും അതിതായാലും അതിൻ്റെ പ്രഷറായാലും എന്തായാലും ഫുൾ അക്കൗണ്ടബിലിറ്റി എനിക്കാണ്. ഞാനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വ്യൂ കൗണ്ട് കുറഞ്ഞത്. ഇല്ലേ, 100% റെസ്പോൺസിബിലിറ്റി ഞാനാണ്. നിങ്ങളെ അതുകൊണ്ട് നല്ലോണം അറിയാം. നിങ്ങൾ അവിടെ തന്നെ എത്തിച്ചേരും. നിങ്ങൾ പ്രൊഡക്ടിവിറ്റിയുടെ ഈ വീഡിയോ കാണുന്നത് തന്നെ നിങ്ങളൊരു അത്രമാത്രം ഇമ്പ്രൂവ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൊണ്ടാണ്, അല്ലേ. സോ ആക്ഷനാണ് ബ്രോ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ആക്ഷനാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു വീക്കിൽ മൺഡേ ആൻഡ് ഫ്രൈഡേ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അതിനുവേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മൺഡേ ആണ്. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നാളെയെങ്കിലും ഇത് അപ്ലോഡ് ചെയ്ത് എടുക്കണം എന്നതാണ് എൻ്റെ പ്ലാൻ. സോ ഇത് ഞാൻ ജസ്റ്റ് അക്കൗണ്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി, എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മാസ്റ്റർ സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, അമൂൽ ബേബി ആവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ബട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സ്മൈൽ നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ, ഒരു സ്മൈലോടെ നിങ്ങൾ ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് ആയിട്ട്, ഒരു ഹാപ്പി ആയിട്ട്, ഓക്കെ ഞാൻ രാവിലെ എണ്ണിച്ചു, ഞാൻ 5 മണിക്ക് എണ്ണിച്ചു, ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ്, ആ സ്മൈലോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി. യു വിൽ ബി കൺസിസ്റ്റൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു വിൽ ബി കൺസിസ്റ്റൻറ്റ്. ആ ഒരു സ്മൈൽ, ഒരു ഹാപ്പിനെസ്, ഇത് മോട്ടിവേഷൻ്റെ കാര്യമാണ്. മോട്ടിവേഷൻ വൃത്തിയുടെ കാര്യമാണ്, എനിക്കറിയാം. മോട്ടിവേഷൻ വൃത്തിയുടെ കാര്യമാണ്. ഡിസിപ്ലിൻ. പക്ഷേ ആ ഡിസിപ്ലിൻ, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു ബ്രൂട്ടലായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്മൈലോടെ ഹാപ്പിയോടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ലൈക്ക് ദിസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഓക്കെ, ഇതിന് എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചുകൂടെ പാട് വരുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ആപ്സ്, എനിക്ക് പ്രയോജനം ചെയ്ത 100% എനിക്ക് പ്രയോജനം ചെയ്ത ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ആപ്സിൻ്റെ പേര് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ആപ്സ് എനിക്കറിയാത്തായിരിക്കും, പ്ലേ സ്റ്റോറിലുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പം കുറച്ചുകൂടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ലെവൽ ഒരു ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ബൈ ബ്രദർ.